പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 8-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് ഒന്നുകൂടൊന്ന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട്. കർത്താവിലെ നമ്മളെ ഉണർത്തിയത് നമ്മൾ ഉണർന്നതല്ല, കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത്. കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ അത്ഭുതമായി നടത്തുന്ന ദൈവത്തിന്, ആരോഗ്യത്തോടെ നടത്തുന്ന ദൈവത്തിന്, ആമേൻ, ജയത്തോടെ നടത്തുന്ന നമ്മുടെ പിതാവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. അപ്പം ഇന്നലെ സഭായോഗങ്ങളൊക്കെ അനുഗ്രഹമാക്കി തീർത്ത് അങ്ങയുടെ കൃപകൾക്കായിട്ട് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പാ, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകിയാൽ സ്തോത്രം. അങ്ങേപ്പോലെ മറ്റാരുമില്ല, അങ്ങേപ്പോലെ സ്നേഹിക്കുന്ന വേറെ ആരുമില്ല, അങ്ങേപ്പോലെ കരുതുന്ന വേറെ ആരുമില്ല, അങ്ങേപ്പോലെ സൂക്ഷിക്കുവാൻ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അങ്ങാണ് ഞങ്ങളുടെ എല്ലാം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ ആമേൻ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. അപ്പം എൻ്റെ വചനം പറഞ്ഞു, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയാൽ അവരുടെ മുഖം പ്രകാശിക്കും. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക. ആമേൻ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും മുഖം റേഡിയൻ്റായി തീരട്ടെ, പ്രകാശിക്കട്ടെ. അവരുടെ മുഖം ഒരിക്കലും ലജ്ജിച്ചു പോകാതെ അവരുടെ മുഖം പ്രകാശിച്ച് തന്നെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് ആമേൻ, ഏതെങ്കിലും വിഷയത്തിൽ മൗനമായിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ആമേൻ മനസ്സ് വിഷമിച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ഗ്രേസ് അവരെ സമാധാനിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ അവർക്ക് ആശ്വാസം കൊടുക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ അവർക്ക് സമാധാനം കൊടുക്കട്ടെ. ദൈവ സാന്നിധ്യം അവരെ അത്ഭുതമാക്കി തീർക്കട്ടെ. ആമേൻ. രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് നട്ടലുമായിട്ടുള്ള ബന്ധത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇരിക്കുമ്പോഴുള്ള വേദന, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. ഇരിക്കുമ്പോഴുള്ള വേദന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ആമേൻ സൗഖ്യമാകട്ടെ. ഈ കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും ദൈവിക ആരോഗ്യം യേശുവിൻ നാമത്തിൽ വ്യാപരിക്കട്ടെ. പൂർണ്ണ സ്വസ്ഥതയും സൗഖ്യവും ഇപ്പോൾ തന്നെ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, എക്സാംസ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്ന ജ്ഞാനവും ബുദ്ധിയും വിവേകവും കൊടുക്കണം. പഠിച്ചത് ഓർമ്മയിൽ എഴുതുവാൻ കർത്താവ് അവരെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ബിസിനസ്സിനകത്ത് തകർച്ചകൾ അനുഭവപ്പെടുന്നവർ ഇന്ന് പ്രഭാതം ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ തിരുവഴുത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ബാലസിംഹങ്ങൾക്ക് ഇര കിട്ടിയില്ലെങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് നന്മയ്ക്ക് കുറവില്ല. കർത്താവേ, അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി ഒരാൾക്കും ഒരു കുറവും വരാതെ കർത്താവ് നന്മകൾ കൊണ്ട് അവരെ അലങ്കരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദൈവസഭ അനുഗ്രഹിക്കപ്പെടട്ടെ. തിരുനാമം എല്ലാവരിലൂടെ മഹിമപ്പെടുവാൻ ഇടവരട്ടെ. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. ലോകത്തെമ്പാടും കർത്താവിന് വേല ചെയ്യുന്നവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നാളത്തെ സഭായോഗങ്ങൾ ഞായറാഴ്ച ലോകവ്യാപകമായി കർത്താവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയും സമാധാനവും എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. നിങ്ങൾ ഈ പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അവരുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി തീരും. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ വായിക്കുന്നത്. ഒരു ദിവസം അവൻ ശിഷ്യന്മാരുമായി പടകിൽ കയറി നാം തടാകത്തിൻ്റെ അക്കരയ്ക്ക് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവും തൻ്റെ ശിഷ്യന്മാരും കൂടെ ഒരു യാത്ര ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. അവർ നീക്കി ഓടുമ്പോൾ കർത്താവ് ഉറങ്ങിപ്പോയി. തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി. അപ്പോൾ കർത്താവ് ഈ പടകിലിരുന്ന് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ കർത്താവ് ഒന്ന് ഉറങ്ങുകയും
തടാകത്തിൽ വലിയൊരു ചുഴലിക്കാറ്റുണ്ടായി. എന്നിട്ട് പടകിൽ വെള്ളം നിറഞ്ഞു. ഈ ചുഴലിക്കാറ്റ് മുഖാന്തരമാണ് ഈ വെള്ളം ഇളകി വരുന്നത്. ഈ വെള്ളം പടകിൽ നിറഞ്ഞു. തടാകത്തിൽ ചുഴലിക്കാറ്റടിച്ചത് തടാകത്തിലെ വെള്ളം കയറി പടകിൽ വന്നപ്പോൾ ഇവർ എന്ത് ചെയ്തു? ഇവർ പ്രാണഭയത്തിലായി അടുക്കെ ചെന്നു. അവർ പ്രാണഭയത്തിലായി അടുക്കെ ചെന്ന് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. യേശു പടകിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന യേശുവിനെ അവരെന്ത് ചെയ്തു? അവരുണർത്തി. അവൻ എഴുന്നേറ്റ് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. അവ അമർന്നു, ശാന്തതയുണ്ടായി. അപ്പോൾ കർത്താവ് എന്നാ ചെയ്തു? കർത്താവ് ഇവർ പാനിക്കായിട്ട് ഓടി വരുന്നത് കണ്ടുകൊണ്ട് കർത്താവും പാനിക്കായില്ല. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ചാടി എഴുന്നേറ്റിട്ട് കാറ്റിനെയും വെള്ളത്തിൻ്റെ കോപത്തെയും ശാസിച്ചു. കർത്താവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? കർത്താവ് കാറ്റിനെ ശാസിച്ചു. അല്ലാതെ കർത്താവ് ടെൻഷൻ അടിച്ചു, അയ്യോ ഇനി നമ്മൾ എന്ത് ചെയ്യും, അയ്യോ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും എന്ന് കർത്താവിന് ഭയമുണ്ടായില്ല. കാരണം അവനറിയാം സകലത്തിൻ്റെ മേലും അവൻ അധികാരമുണ്ട്. അവൻ വെള്ളത്തെ അല്ലെങ്കിൽ കാറ്റിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുള്ളവനാണ് എന്ന ബോധ്യം കർത്താവിനുള്ളത് കൊണ്ടാണ് ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പാടെ ഒന്നും ആലോചിക്കാതെ ഉടനെ തന്നെ കാറ്റിനെ ശാസിച്ചു, വെള്ളത്തെ ശാസിച്ചു, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കോപത്തെ ശാസിച്ചു. അപ്പോൾ എന്ത് പറ്റി? അവ അമർന്നുപോയി. ആമേൻ. ശാന്തതയുണ്ടായി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് യേശു ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്. യേശു, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങൾ എന്തിനാ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളെന്തിനാ ഈ കിടന്ന് ബഹളം വെച്ചത്? നിങ്ങളെന്തിനാ ഈ അസ്വസ്ഥരായത്? നിങ്ങളെന്തിനാ പ്രാണഭയത്തിലായത്? ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് അത് തന്നെയാണ് ചോദിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളെന്തിനാ വല്ലതുമൊക്കെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നത്, തളർന്നു പോകുന്നത്, പ്രാണഭയത്തിലായി പോകുന്നത്, ക്ഷീണിച്ചു പോകുന്നത്? നിങ്ങൾക്കും എന്തുകൊണ്ട്? നിങ്ങളുടെ വിശ്വാസം ഇവിടെ പോയി. നിങ്ങളുടെ കയ്യിലുമുണ്ടല്ലോ ഈ വിശ്വാസം. എന്തുകൊണ്ട് നിങ്ങൾ ഈ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയില്ല? അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയിൽ ട്രസ്റ്റ് ചെയ്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് ആ ദൈവ സാന്നിധ്യത്തിൽ ട്രസ്റ്റ് ചെയ്തില്ല? ഇതിനകത്ത് പല കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, യേശു അവരുടെ കൂടെയുണ്ട്. യേശു അവരുടെ കൂടെ ഉള്ളപ്പോൾ ആ സാന്നിധ്യം കൂടെ ഉള്ളപ്പോൾ കാറ്റും കടലും എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും അതിനെ ശാന്തമാക്കാൻ കഴിവുള്ളവൻ അവരുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധം അവർക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടല്ലേ അവർ ഈ പ്രാണഭയത്തിലായത്, അല്ലെങ്കിൽ അവർ ടെൻഷൻ അടിക്കുന്നത് വന്നത്. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമുക്കെല്ലാം അറിയാം കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മുടെ പടകിനകത്ത്, നമ്മളാകുന്ന പടകിനകത്ത് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എന്തിനാ പ്രാണഭയത്തിലാകുന്നത്? എന്തിനാ തളർന്നു പോകുന്നത്? എന്തിനാ നിരാശപ്പെടുന്നു പോകുന്നത്? ഏത് പ്രശ്നത്തിന് നടുവിലും അത്ഭുതം ചെയ്യാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അപ്പം നമ്മൾ ടെൻഷൻ അടിക്കുന്നത് എപ്പോഴാണ്? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ മേല. ദൈവ സാന്നിധ്യത്തെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ, റെക്കഗ്നൈസ് ചെയ്യാതിരിക്കുമ്പോൾ, തിരിച്ചറിയാതിരിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ വരും. രണ്ട്, കർത്താവ് ചോദിച്ചിരിക്കുക, നിങ്ങളുടെ വിശ്വാസം ഇവിടെ പോയി. നിങ്ങൾക്കുമില്ലായിരുന്നോ വിശ്വാസം? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കാറ്റിനോട് സംസാരിക്കാഞ്ഞ്? എന്തിനാണ് നിങ്ങൾ ഈ വെള്ളത്തോട് സംസാരിക്കാഞ്ഞ്? ഇന്ന് പ്രഭാതി പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന് നേരെ, പടകിന് നേരെ തിരമാലകൾ പൊങ്ങി വരുമ്പോൾ ആ പ്രശ്നത്തോട് നമ്മൾ സംസാരിക്കാൻ പഠിക്കണം. നമ്മൾ സംസാരിക്കണം, ചോദിക്കണം, ഹലോ കാറ്റെ നീ ശാന്തമാകെ, കടലെ നീ അടങ്ങ് എന്ന് പറയുവാൻ. ഇന്ന് ജീവിതത്തെ സമാധാനം കെടുത്തുന്ന, സന്തോഷം കെടുത്തുന്ന, സ്വസ്ഥത കെടുത്തുന്ന പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിന് നേരെ വരുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മളും നമ്മുടെ വിശ്വാസത്തെ എടുത്ത് ഉപയോഗിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സംസാരിക്കണം. പ്രശ്നത്തോട് പറയണം, പ്രശ്നമേ നീ അടങ്ങ് യേശുവിൻ്റെ നാമത്തിൽ, കാറ്റെ നീ അടങ്ങ്, കടലെ നീ അടങ്ങ് എന്ന് പറയുന്നത് പോലെ ഇതുപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അടക്കുവാൻ കർത്താവ് നമ്മുടെ കൃപ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ സമാധാനം കെടുത്തുവാനായിട്ട് ഒരു വ്യക്തി എഴുന്നേറ്റെന്ന് വെച്ചു. ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട്. അതിനെ ശാസിക്കണം, അതിനോട് കൽപ്പിക്കണം. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും അങ്ങനെ വിശ്വാസത്തെ ഉപയോഗിക്കുന്നവരായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളുടെ സമാധാനം കളയേണ്ട ആവശ്യമില്ല, സ്വസ്ഥത കളയേണ്ട ആവശ്യമില്ല. സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ വിശ്വാസത്തെ ഉപയോഗിക്കണം, സംസാരിക്കണം, പ്രശ്നത്തോട് സംസാരിക്കണം. ആ പ്രശ്നത്തെ നോക്കിയിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അവിടെ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ കൽപ്പിക്കുവാൻ പഠിക്കണം. അത് കൽപ്പിക്കുമ്പോൾ അത് അതുപോലെ തന്നെ സംഭവിക്കും. കേട്ടോ, കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശ്വാസം ഉപയോഗിക്കുന്നവരായി തീരുക, യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നവരായി തീരുക. കർത്താവ് നമുക്ക് ആ നാമത്തിൽ അധികാരം തന്നിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ നാമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. അതുകൊണ്ട് ഇന്ന് മുതൽ ആ നാമം ഉപയോഗിക്കണം. വെറുതെ
അതെ, ആമേൻ, ശിഷ്യന്മാർ പ്രാണഭയത്തിലായതുപോലെ നിലവിളിക്കരുത്. അയ്യോ, ഞങ്ങൾ ഇനി എന്നാ ചെയ്യും, എങ്ങനായി തീരും എന്നൊന്നും പറയണ്ട. വെയിറ്റ്, ആമേൻ, ടേക്ക് യുവർ അതോറിറ്റി. നിങ്ങളുടെ അധികാരം എടുത്തിട്ട് എന്ത് ചെയ്യണം? സംസാരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പറയണം. അത് അടങ്ങാൻ കൽപ്പിക്കണം, ശാന്തമാകാൻ കൽപ്പിക്കണം, വിട്ടുപോകാൻ കൽപ്പിക്കണം. ആമേൻ. അത് എന്താണോ സാഹചര്യം അതനുസരിച്ച് നിങ്ങൾ കൽപ്പനകൾ പുറപ്പെടുവിക്കുക യേശുവിൻ്റെ നാമത്തിൽ. കേട്ടോ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഫെബ്രുവരി മാസം 8-ാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം.